ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും വീട്ടിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ സ്പ്രേ പെയിൻ്റ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ബോട്ടിലൊക്കെ നമുക്ക് രണ്ടാമത് എങ്ങനെ റീയൂസ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം ഇതുപോലത്തെ ഒരു സ്പ്രേ പെയിൻറ്റിൻ്റെ ഒരു ബോട്ടിൽ എടുക്കാം. ഇത് പെയിൻറ്റ് തീർന്ന ഒരു ബോട്ടിലാണ്. ഇങ്ങനത്തെ ഒരു ബോട്ടിൽ നമുക്ക് ആദ്യമായിട്ട് വേണം. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ആ ബോട്ടിലിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അതിന് ഏകദേശം ഈ ഒരു സൈഡിൽ വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കമ്പി ഉപയോഗിച്ചോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഡ്രില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രില്ല് ഉപയോഗിച്ചാണെങ്കിലും ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഇരുമ്പൊക്കെ തിളയ്ക്കുന്ന ഒരു കമ്പി ഉപയോഗിച്ചിട്ടാണ് ഹോൾ ഇടുന്നത്. ഇതുപോലത്തെ ഒരു ചെറിയ ഹോളാണ് നമ്മൾ ഇട്ടെടുക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഇതുപോലെ ഒരു ഹോൾ ഇട്ടെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ഹോൾ ഇട്ടെടുക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ട്യൂബാണ്. അപ്പോൾ ഞാനിവിടെ എടുത്താക്കുന്ന സൈക്കിളിൻ്റെ ട്യൂബാണ്. അപ്പോൾ നമുക്ക് ബൈക്കിൻ്റെ ട്യൂബ് ആണെങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഇതുപോലത്തെ ആ വാൽ ട്യൂബ് ഇരിക്കുന്ന ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ ഉള്ളിൽ വാൽ ട്യൂബ് നമുക്കൊന്ന് ഊരി മാറ്റാം. എന്നിട്ട് നമുക്ക് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതുപോലത്തെ ആ ചെറിയ ഭാഗമാണ്. വാൽ ട്യൂബ് ഇരിക്കുന്ന ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചെറുതാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സൈഡൊന്ന് കുറച്ചും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ചെറുതാക്കി എടുക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ആ വാൽ ട്യൂബ് എടുത്ത് നമ്മൾ ആ ഹോളിട്ട ഭാഗത്ത് വെക്കുന്നു. പിന്നെ നമുക്ക് ഇത് നന്നായിട്ട് ഇളകാതിരിക്കാൻ വേണ്ടി ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് എംസിയിലാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നന്നായി ഒട്ടുന്ന പശ ഏതെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എംസിയിൽ എടുത്തതേ ഉള്ളൂ. ഇനി നമുക്ക് ആ എംസിയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ വാൽ ട്യൂബ് എടുക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഹോളിട്ട് വെച്ച് അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് നമ്മൾ വെക്കണം. അപ്പോൾ കറക്റ്റ് ആ ഓട്ട വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് നമുക്ക് എംസിയിൽ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ എംസിയിൽ ഒട്ടിക്കുമ്പോൾ കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ എയർ പോകില്ലെന്ന് നമ്മൾ ഉറപ്പാക്കണം. ആ ഒരു രീതി വേണം നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചെടുക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം കറക്റ്റായിട്ട് തന്നെ എംസിയിൽ ഇത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് അതിലൊഴിക്കാനുള്ള പെയിൻറ്റ് സെറ്റ് ചെയ്യുകയാണ്. അതിന് വേണ്ടി ഞാൻ കുറച്ച് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഒരു മഞ്ഞ കളറുള്ള ഒരു പെയിൻറ്റാണ് ഞാൻ എടുത്താക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ചെറിയൊരു പിന്നിലേക്ക് ഒഴിക്കാം. ഇതിപ്പോൾ നമ്മൾ ആ സ്പ്രേ പെയിൻറ്റിൻ്റെ ആ ഒരു അടപ്പ് തന്നെയാണ് എടുത്താക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ആഡ് ചെയ്യണം. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ആ സ്പ്രേ പെയിൻറ്റിൻ്റെ ആ കുപ്പിയുടെ ഏകദേശം ഒരു കാൽഭാഗം വരുന്ന രീതിയിലാണ് നമ്മൾ പെയിൻറ്റ് എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു സിറിഞ്ച് വേണം. ഈ സിറിഞ്ചും കൊണ്ട് നമുക്ക് ഈ പെയിൻറ്റ് നമുക്ക് ആ കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് മാറ്റാം. അങ്ങനെ നമുക്ക് ഈ മൊത്തം പെയിൻറ്റും ആ കുപ്പിയിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ വാൽ ട്യൂബ് ഇടുക. എന്നിട്ട് നമുക്കതൊന്ന് അടച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു സൈക്കിൾ പമ്പാണ്. ഇത് വെച്ചിട്ട് നമുക്ക് എയർ അടിക്കാം. നമ്മൾ സാധാരണ എയർ അടിക്കുന്ന പോലെ തന്നെ അതിലേക്ക് കണക്ട് ചെയ്തിട്ട് എയർ അടിക്കാം.
ഏകദേശം നമുക്കൊരു 3-4 വട്ടം അടിച്ചാൽ മതിയായിരിക്കും. ഇപ്പോൾ ഒരു ചെറിയ കുപ്പിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു വലിയ കുപ്പിയാണെങ്കിൽ നമുക്ക് കൂടുതൽ ടൈം അടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പ്രേ പെയിൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ അടിക്കുമ്പോൾ തന്നെ കാണാം കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നൈസായിട്ടാണ്, അതുകൊണ്ട് നമുക്ക് ആദ്യം കളറ് അറിയാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എവിടെയെങ്കിലും ഒന്ന് അടിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഒരുവിധം നല്ലൊരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ അടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത പെയിൻറ്റ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഫില്ല് ചെയ്ത പോലെ നമുക്ക് ആ ബാക്ക് ട്യൂബ് ഊരിയിട്ട് രണ്ടാമത് നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മുടെ പെയിൻറ്റ് ഏകദേശം തീർന്നുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത് മൂന്നാമത് അത് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ബോട്ടിലൊക്കെ നമുക്ക് ഫുള്ളായിട്ട് തന്നെ അടിച്ച് തീർക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചെന്നേ ഉള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.